നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു 30 ഡേയ്സ് ചാലഞ്ച് ആരംഭിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ചെറിയ ഹെൽത്ത് പ്രോബ്ലം ഒക്കെ വന്നിട്ട് നമുക്ക് ക്ലാസ്സുകളൊന്നും എടുക്കാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു, ഒരു 20 ഡേയ്സ് ചാലഞ്ച് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. ഫുള്ള് ഈ ഒരു 20 ഡേയ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും PDF കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു 20 ഡേയ്സ് ചാലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടെലഗ്രാം ചാനലിൽ രാത്രി 7:30 മുതൽ ഏകദേശം ഒരു 8:30 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ലൈവ് സെഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ഇംഗ്ലീഷ് മലയാളം ഒക്കെ നമ്മൾ ഇപ്പോൾ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മാസത്തെ കറണ്ട് അഫേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഒക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആ ഒരു വോയിസ് ലൈവ് സെഷന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ ആ ഒരു വോയിസ് ലൈവ് സെഷൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 80% ആ ഒരു കാര്യം പഠിച്ചതായിട്ട് നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടാവും. അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് നമുക്കത് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ അത് പഠിച്ച ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഭാഗം അവിടെ ക്ലിയർ ആവും. അങ്ങനെ ഓരോ ദിവസം എന്ത് ചെയ്യാം, ഓരോരോ ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് ഒക്കെ അവിടെ അങ്ങനെ പഠിച്ചു പോകും. ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, വീഡിയോ ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബയോളജിയാണ്. അപ്പോൾ ബയോളജിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണെങ്കിലും ഒരുപാട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഓരോ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ചില ഭാഗങ്ങൾ അവർ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം മാറിയ പാഠപുസ്തകത്തിനനുസരിച്ചിട്ട് അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ബയോളജിയാണ് എടുക്കുന്നത്. ആ ബയോളജിയിലെ കേന്ദ്ര നാഡീവ്യവസ്ഥയുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മസ്തിഷ്കം, കണ്ണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ആ ഭാഗത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ എന്താവണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതിയിട്ട് പഠിച്ച് ശീലിക്കുക. അതായത് നമുക്ക് മുഴുവൻ എഴുതാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ PDF എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഷോർട്ട് നോട്ട് ആയിട്ട്, അതായത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചില വാക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മറന്നു പോകും അല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെക്കുക. അത് ഇനിയുള്ള ക്ലാസ്സുകളിൽ, അതായത് ഇനിയുള്ള ക്ലാസ്സുകളല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1-2 മണിക്കൂറോ ഒരു റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ റിവിഷനിൽ ഈ ഷോർട്ട് നോട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ തന്നെ അത് പഠിച്ചു പോകും. ഓക്കെ, എപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് ശീലിക്കരുത്. എപ്പോഴും അറിയാത്ത കാര്യങ്ങൾ കൂടി പഠിച്ച് ശീലിച്ചു കഴിഞ്ഞാലേ നമുക്ക് നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏത് കാലവും നമ്മളുടെ റേഞ്ച് ഉണ്ടാവൂലേ. ഇപ്പോൾ ഒരു സാധാരണ ഒരു ആൾക്കാർ എന്ന് പറയുമ്പോൾ ഒരു 50 to 60 ആ റേഞ്ചിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏത് കാലവും ആ റേഞ്ചിലായിരിക്കും. അവിടെ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ എന്താണ്, നമുക്ക് കുറച്ചും കൂടി അറിയാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതും കൂടി എന്ത് ചെയ്യണം, പഠിച്ച് ശീലിക്കണം. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതിയിട്ട് വിട്ടുപോവല്ലേ ചെയ്യേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെച്ചിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഒരു 1-2 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഡെയിലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരീക്ഷ ആകുമ്പോഴേക്കും നിങ്ങൾ അറിയാതെ തന്നെ അത് എന്ത് ചെയ്യും, നിങ്ങളുടെ ഉള്ളിൽ അത് കയറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പരീക്ഷ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥ, അതായത് നമ്മുടെ മനുഷ്യരിലെ നാഡീ വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ നാഡീവ്യവസ്ഥയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ അതിനെ ഏകോപിക്കുന്നതും ഒക്കെ ആരാണ്, ഈ ഒരു നാഡീവ്യവസ്ഥയാണ്. ഈ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നതാണ് എന്തൊക്കെ, മസ്തിഷ്കം, അതുപോലെ തന്നെ സുഷുമ്ന നാഡികൾ, ഗ്രാഹികൾ അല്ലെ. ഇതൊക്കെയാണ് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് നാഡീവ്യവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, എന്താണ്, നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ ഒക്കെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്, ഈ നാഡീവ്യവസ്ഥയാണ്. ഈ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഏതൊക്കെ, നമ്മുടെ മസ്തിഷ്കമാണെങ്കിലും സുഷുമ്നയാണെങ്കിലും മറ്റുള്ള നാഡീഗ്രാഹികൾ ഒക്കെ വരുന്നത്. ഇനി ഇവിടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണ് ന്യൂറോണുകൾ എന്ന് പറയുന്നത് അല്ലെ. ന്യൂറോണുകൾ എന്താണ്, ന്യൂറോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ന്യൂറോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് എന്ത് നമ്മുടെ ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂറോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് അല്ലെ, അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് എന്ത് ന്യൂറോണുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പിക്ചർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ന്യൂറോണിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോരോ ഭാഗങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് അതെന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടുന്ന് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാവണമെങ്കിൽ ആ ഒരു പിക്ചർ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ആ പിക്ചർ എന്ന് പറയുന്നത്. ഒരു ന്യൂറോണിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പുറമേ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് എന്ത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കാണുന്ന ഇതാണ് ഡെൻഡ്രോണ്, അതിന്റെ ശാഖകളായിട്ട് വരുന്നതാണ് എന്ത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാണുന്നതാണ് ഡെൻഡ്രോൺ, ഇങ്ങനെ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതായത് ഈ ഡെൻഡ്രോണിന്റെ ശാഖകളായിട്ട് വരുന്ന ഈ തറ്റത്ത് കിടക്കുന്ന ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഓരോരോ മെസ്സേജുകളൊക്കെ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഇതിലേക്ക് കടത്തി വിട്ടിട്ട് അടുത്തിലേക്ക് ഇങ്ങനെ കടത്തി വിട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഒരു നായ നമ്മളെ ഓടിപ്പിക്കാൻ വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ഓടുന്നുണ്ട് അല്ലെ, അത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. ആ ശരീരത്തിലൂടെ അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ആക്ഷനുകളും ഒക്കെ എടുക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ അവിടെ അങ്ങനെ പാസ് ചെയ്ത് പോകണം നമ്മുടെ ശരീരത്തിലൂടെ. അതൊക്കെ എന്താണ് ഈ ന്യൂറോണിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓരോ സന്ദേശങ്ങളും ഇതിലേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, നമുക്ക് ന്യൂറോണിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് എന്താ ഇതിന്റെ കോശ ശരീരം എന്ന് പറയുന്നത്. ഈ കോശ ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഭാഗമാണ് എന്ത് കോശദ്രവ്യം അല്ലെ. ഈ ഒരു വെള്ളം പോലെ കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതെന്താണ് കോശദ്രവ്യമാണ്. ഇതാണ് കോശ ശരീരം. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ഇതെന്താണ് കോശദ്രവ്യമാണ്. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന അല്ലെ കോശത്തിന്റെ കേന്ദ്ര ഭാഗമായിട്ടുള്ള അല്ലെ, കോശത്തിന്റെ കേന്ദ്ര ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ് അല്ലെ, ന്യൂക്ലിയസ് ആണ്. അതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ കോശത്തിനുള്ളിൽ കാണുന്നതാണ് കോശദ്രവ്യം. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു കോശത്തിന്റെ കേന്ദ്ര ഭാഗമാണ് എന്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഡെൻഡ്രോൺ എന്താ നമ്മൾ പഠിച്ചു, ഡെൻഡ്രൈറ്റിലെ ഡെൻഡ്രോണിന്റെ ശാഖകളാണ് എന്ത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് ഓരോരോ മെസ്സേജുകൾ നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു, ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഈ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കണ്ടില്ലേ നീണ്ട ദന്തു പോലെ കിടക്കുന്നത്, അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതാണ് നീണ്ട തന്തുലെ ഈ നീണ്ടു കിടക്കുന്ന ഈ ഒരു വാല് പോലെ കിടക്കുന്നുണ്ടല്ലോ, അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. അതായത് കോശ ശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഏതാണ് ഈ ആക്സോൺ വഴിയാണ്. ഈ ആക്സോണിനെ ഇങ്ങനെ ചുറ്റി കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഷ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഷ്വാൻ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സോണിനെ ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ടല്ലോ, ഒരു വെള്ള കളറിൽ കാണുന്നുണ്ടല്ലോ, അതാണ് ഷ്വാൻ കോശം. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് എന്ത് ഷ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ തറ്റത്ത് കിടക്കുന്നുണ്ടല്ലോ, അതാണ് ആക്സോണിന്റെ ബ്രാഞ്ചസ് ആയിട്ട് കിടക്കുന്നത് അല്ലെ. അതെന്തായിരിക്കും ആക്സോണൈറ്റ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചു ഡെൻഡ്രോണിന്റെ ശാഖകളാണെങ്കിൽ അത് ഡെൻഡ്രൈറ്റ് ആണ്, ആക്സോണിന്റെ ശാഖകളാണെങ്കിൽ എന്താണത് അത് ആക്സോണൈറ്റ് ആണ്. പിന്നെ ഏറ്റവും തറ്റത്ത് കിടക്കുന്ന ആ ഒരു ഭാഗമാണ് അതിന്റെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് അല്ലെ. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഓരോരോ മെസ്സേജുകൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിലൂടെയാണ് ഈ തറ്റത്ത് കിടക്കുന്ന സിനാപ്റ്റിക് നോബിലൂടെയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ അഗ്രഭാഗം എന്ന് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാറില്ല. പക്ഷെ ഇതിലെ ചില ഭാഗങ്ങളൊക്കെ ഷാൻകോശങ്ങളാണെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന മൈലിൻ ഷീറ്റ് ഉണ്ട്, നമ്മളിപ്പോൾ പറയും, അതൊക്കെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒരു ന്യൂറോണിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഏറ്റവും തറ്റത്തിലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് ഡെൻഡ്രൈറ്റ് ആണ്. ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവണം അതെന്താണ് ഡെൻഡ്രോണിന്റെ ശാഖകളാണ്. ഇതാണ് അതിന്റെ കോശ ശരീരം എന്ന് പറയുന്നത്. അതിലടങ്ങിയിരിക്കുന്നത് എന്താണ് കോശദ്രവ്യമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കേന്ദ്ര ഭാഗത്താണ് അല്ലേ, നമുക്കറിയാം കേന്ദ്രഭാഗം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ആണ്, അതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് പോകുന്ന ആവേഗങ്ങളൊക്കെ ഏത് വഴിയാ പോകുന്നത് ഈ നീണ്ടു കിടക്കുന്ന തന്തുകളിലൂടെയാണ് അല്ലെ. അതായത് ഈ തന്തു എന്ന് പറയുമ്പോൾ ഈ നീണ്ടു കിടക്കുന്ന ഈ ഒരു ഭാഗം അതിനെയാണ് എന്ത് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത്. ആ ആക്സോണിനെ ചുറ്റിയിട്ട് ഇങ്ങനെ വലയം പോലെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഷ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആക്സോണിന്റെ ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, അതാണ് ആക്സോണൈറ്റ്. അതിന്റെ തറ്റത്ത് കിടക്കുന്ന ആ ഒരു ഭാഗമാണ് എന്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ സാധനത്തിലേക്ക് പോവാണ്, അതായത് മൈലിൻ ഷീത്ത്. ഇതാണ് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത്.
എന്താണ് ഈ നമ്മൾ പറഞ്ഞു ആക്സോൺ പറഞ്ഞില്ലേ, ആ നീണ്ടു കിടക്കുന്ന തന്തു വാല് പോലെ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ആക്സോണുകളെ ഇങ്ങനെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു മൈലിൻ എന്നൊരു സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വലയം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തിനാണ് ഈ ആക്സോണിനെ ചുറ്റുമായിട്ട് ഒരു കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു സ്ഥലം ഇങ്ങനെ വലയം ചെയ്തിട്ടുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്സോണുകളെ ഒക്കെ വലയം ചെയ്തിട്ടുള്ള ഒരു കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത്, മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ട പോഷകങ്ങളും അതുപോലെ തന്നെ അതൊക്കെ പ്രദാനം ചെയ്യുന്നത് ആരാണ്, ഈ ഒരു മൈലിൻ ഷീറ്റ് ആണ്. അതുപോലെ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ ഇതിനെ സംരക്ഷിക്കുന്നതൊക്കെ ഈ ഒരു മൈലിൻ ഷീറ്റ് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം എന്താണ് മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് പൊതിയുന്നത്, ഈ ആക്സോൺ അല്ലെ, ഈ നീണ്ടു കിടക്കുന്ന തന്തുലേ, നീണ്ടു കിടക്കുന്ന വാല് പോലെ കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ സാധനം, ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു കൊഴുപ്പടങ്ങിയിട്ടുള്ള സ്ഥലമാണ് എന്ത്, മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നാഡികളെ കുറിച്ചിട്ടാണ്. നമുക്ക് പ്രധാനമായിട്ട് 3 തരം നാഡികളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയാണത്, ഒന്ന് സംവേദ നാഡി, അതുപോലെ തന്നെ പ്രേരക നാഡി, സമ്മിശ്ര നാഡി. ഈ 3 നാഡികളെ കുറിച്ചിട്ടൊന്ന് ഓർത്തു വെച്ചേക്കണം. എന്തൊക്കെയാണ്, സംവേദ നാഡി, പ്രേരക നാഡി, അതുപോലെ തന്നെ സമ്മിശ്ര നാഡി. ഇനി എന്താണ് ഈ ഒരു സംവേദ നാഡിന്റെ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംവേദ നാഡി എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും അതുപോലെ തന്നെ സുഷുമ്നയിലേക്കും എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, സംവേദ നാഡിക്കുള്ളത്. അല്ലെ, നമ്മളിപ്പോ പറഞ്ഞു ഇപ്പൊ ഒരു നായ ഓടിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഓടാനായിട്ട് തോന്നണല്ലോ. അതൊക്കെ പെട്ടെന്ന് നടക്കുന്നത് എങ്ങനെയാണ്, ഈ ഓരോ നാഡികൾ വഴിയാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കൊക്കെ എത്തിക്കുന്നത് ആരാണ്, ഈ സംവേദ നാഡിയാണ്. അതുപോലെ തന്നെ ഒരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആ വിളക്കിന്റെ അടുത്ത് നമ്മൾ കൈ വെക്കാൻ നേരത്തില്ലേ പെട്ടെന്ന് നമ്മൾ കൈ മാറ്റുന്നുണ്ട് അല്ലേ, നമുക്കറിയാതെ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുന്നു. അങ്ങനെ പെട്ടെന്ന് കൈ മാറ്റാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണ്, അവിടെ കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ അവിടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, സംവേദ നാഡി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത്, മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, സംവേദ നാഡിയുടെ ഡ്യൂട്ടിയാണ്. ഇനി പ്രേരക നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ് അല്ലെ. അതായത് തലച്ചോറിലും സുഷുമ്നയിലും അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോവുക അല്ലെ. നമ്മൾ പെട്ടെന്ന് നമ്മളെ കൈ പിൻവലിക്കാൻ തോന്നുന്നത് അല്ലെ, അവിടെ കൈക്ക് അവിടെ മെസ്സേജ് വരികയാണ് കൈ വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, പ്രേരക നാഡിയുടെ ഡ്യൂട്ടിയാണ് അല്ലെ. കൈ അവിടെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുമെന്ന് നമുക്ക് മസ്തിഷ്കത്തിന് അറിയാം. അപ്പൊ നമ്മുടെ കൈ ഇങ്ങോട്ടേക്ക് പിൻവലിക്കാനൊക്കെ മെസ്സേജ് കൊടുക്കുന്നത് ആരാണ്, ഈ പ്രേരക നാഡിയാണ്. അപ്പൊ പ്രേരക നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു അല്ലെ. പെട്ടെന്ന് നായനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടുമ്പോൾ നമ്മളെ കാലൊക്കെ ചലിക്കുന്നത് എങ്ങനെയാണ്, അവിടെ അവയവങ്ങളിലേക്ക് മെസ്സേജ് വരികയാണ് അല്ലെ, ഓടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയൊക്കെ എന്താണ്, പ്രേരക നാഡികളാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സംവേദ നാഡി, പിന്നെ പ്രേരക നാഡി, സമ്മിശ്ര നാഡി. അതിൽ സംവേദ നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജുകൾ നമ്മുടെ എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കാണ് പോകുന്നത്. അത് കൊണ്ടുപോകുന്നത് ആരാണ്, സംവേദ നാഡിയാണ്. ഇനി തിരിച്ചു വരികയാണെങ്കിൽ അതേതാണ്, പ്രേരക നാഡിയാണ്. ഇനി ഇത് രണ്ടും കൂടി നടക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, അതായിരിക്കും സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അല്ലെ മിശ്രമായിട്ട് രണ്ടും കൂടി നടക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും തിരിച്ചു രണ്ടും ഒരേ സമയത്ത് നടക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, സമ്മിശ്ര നാഡി എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? അപ്പൊ നാഡികളെ കുറിച്ചൊന്നും ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്തൊക്കെയാണ്, സമ്മിശ്ര നാഡി, പ്രേരക നാഡി, സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഇനി നമ്മൾ ഈ നാഡീ വ്യവസ്ഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നാഡീ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥ വരുന്നുണ്ട്, അതുപോലെ തന്നെ പെരിഫറൽ നാഡീ വ്യവസ്ഥയും വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മൊത്തം നമ്മുടെ നാഡീ വ്യവസ്ഥ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നാഡീ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും കൂടി ചേരുന്നതാണ് എന്ത്, ഈ ഒരു നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ നമ്മളിപ്പോ പറഞ്ഞ നമ്മുടെ മസ്തിഷ്കമൊക്കെ എന്താണ്, മസ്തിഷ്കമാണെങ്കിലും സുഷുമ്നയൊക്കെ എന്തിന്റെ ഭാഗമാണ്, കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഓക്കെ, ഓർത്തു വെച്ചേക്കണം, മസ്തിഷ്കം, സുഷുമ്ന അതൊക്കെ എന്തിന്റെ ഭാഗമാണ്, കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇനി പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ നമ്മുടെ മറ്റ് അവയവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ശിരോനാഡികളും അതുപോലെ തന്നെ സുഷുമ്ന നാഡികളൊക്കെ കൂടി ചേരുന്നതാണ് എന്ത്, പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ശിരോനാഡികളും അതുപോലെ തന്നെ സുഷുമ്ന നാഡികളൊക്കെ എന്തിന്റെ ഭാഗമാണ്, പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് അല്ലെ. ഇതാണ് നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മറ്റ് അവയവങ്ങളൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എത്ര ശിരോനാഡികളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 12 ശിരോനാഡികളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ എത്ര സുഷുമ്നാ നാഡികളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 31 സുഷുമ്നാ നാഡികളാണുള്ളത്. അപ്പൊ എത്രയാണ്? 12 ശിരോനാഡികൾ അല്ലെ, 12 എണ്ണം ശിരോനാഡികളാണ് ഉള്ളത്. അതുപോലെ തന്നെ സുഷുമ്നയ്ക്ക് എത്രയാണ്? 31 അല്ലെ, അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. സുഷുമ്ന ഒരു പെണ്ണിനായിട്ട് കണക്ട് ചെയ്യല്ലേ, 31 വയസ്സാന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സുഷുമ്നയ്ക്ക് എത്രയാണ്? സുഷുമ്നാ നാഡി എന്ന് പറയുമ്പോൾ 31 എണ്ണാണ്. അതുപോലെ തന്നെ ശിരോനാഡികൾ അല്ലെ, ശിരോനാഡികൾ എന്ന് പറയുമ്പോൾ 12 എണ്ണാണ്. അപ്പൊ 12 ശിരോനാഡികളും 31 സുഷുമ്നാ നാഡികളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ 12 ശിരോനാഡികളും 31 സുഷുമ്നാ നാഡികളും അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മുടെ നാഡി ഗാഗ്ലിയോണുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ പെരിഫറൽ നാഡി വ്യവസ്ഥ എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ എന്താണ്? നമ്മുടെ കേന്ദ്ര നാഡി വ്യവസ്ഥയാണ് അല്ലെ. ആ കേന്ദ്ര നാഡി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിലെ നമ്മുടെ മസ്തിഷ്കം, സുഷുമ്ന. അങ്ങനെ ഈ കേന്ദ്ര നാഡി വ്യവസ്ഥയും പെരിഫറൽ നാഡി വ്യവസ്ഥയും എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ മൊത്തത്തിലുള്ള നാഡി വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് നമ്മുടെ കേന്ദ്ര നാഡി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള മസ്തിഷ്കവും സുഷുമ്നയും കുറിച്ചിട്ടും പഠിക്കാം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ മസ്തിഷ്കത്തെയും സുഷുമ്നയും ഒക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണം പോലെ കിടക്കുന്ന ഒരു പാളി ഉണ്ട് അല്ലെ, അതാണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മെനിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മസ്തിഷ്കം അതുപോലെ തന്നെ സുഷുമ്ന അല്ലെ, ഇവയൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന 3 പാളികളോട് കൂടിയിട്ടുള്ള ഒരു ആവരണമാണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മെനിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മസ്തിഷ്കം, സുഷുമ്ന അല്ലെ, അവയൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു പാളി, 3 പാളികളോട് കൂടിയിട്ട്. എത്ര പാളികളാണ് ഇവിടെ? 3 പാളിയിട്ട്. അപ്പൊ 3 പാളികളാണ് എന്തിനുള്ളത്? ഈ മെനിഞ്ചസിനുള്ളത് അല്ലെ. മെനിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്തിഷ്കത്തെയും സുഷുമ്നയെയും ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണം പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ്. അതിന് എത്ര പാളികളാണുള്ളത്? എത്ര പാളികളാണ്? 3 പാളികൾ അല്ലെ, 3 പാളികൾ മെനിഞ്ചസ്. ഇവിടത്തെ ഒരു മായും നായും ഒക്കെ അല്ലേ, അപ്പൊ 3 എന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചൂടെ, എളുപ്പമല്ലേ? മെനിഞ്ചസ് എത്ര പാളികളുണ്ട്? 3 പാളികളുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലൊക്കെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദ്രവമാണ് എന്താ? സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മസ്തിഷ്കത്തെയും സുഷുമ്നയെയും ഒക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ്? അത് മെനിഞ്ചസ് ആണ്, 3 പാളികളാണ്. അതുപോലെ തന്നെ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ദ്രവമുണ്ട്, അതാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അതും ഓർക്കാൻ എളുപ്പമല്ലേ? സെറിബ്രോ എന്ന് പറയുമ്പോൾ തന്നെ സെറിബ്രമായിട്ട് കണക്ട് ചെയ്തുകൂടെ, അതൊക്കെ നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളല്ലേ. അപ്പൊ സെറിബ്രോ സ്പൈനൽ ദ്രവമൊക്കെ എവിടെയാണ്? നമ്മുടെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ഒക്കെ കാണപ്പെടുന്നതാണ് എന്ത്? ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഈ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? ഇവിടെ എന്തിനാണ് ഈ മസ്തിഷ്കത്തിലൊക്കെ ഈ ദ്രവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അല്ലെങ്കിൽ അതിന്റെ ഡ്യൂട്ടി എന്താണ്? അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ള കലകൾക്ക് ഓക്സിജനും പോഷണവും ഒക്കെ നൽകുന്നത് ആരാണ്? ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഓക്കെ, നമ്മുടെ ഇപ്പൊ നമ്മുടെ മസ്തിഷ്കത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓക്സിജനും പോഷണങ്ങളൊക്കെ നൽകുന്നത് ആരാണ്? ഈ ദ്രവമാണ്. അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നീക്കം ചെയ്യുന്നത് ഈ ദ്രവമാണ്. ഓക്കെ, എന്ത് ദ്രവമാണ്? സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് അല്ലെ. നമ്മുടെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ദ്രവമാണ് എന്ത്? സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. അതിന്റെ ഡ്യൂട്ടി എന്താണ്? കലകൾക്ക് ഓക്സിജനും പോഷണങ്ങളും ഒക്കെ നൽകുന്നത് ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതും എന്താണ്? ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. അതുപോലെ തന്നെയാണ് അതിൽ എന്തെങ്കിലും മർദ്ദമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മർദ്ദം ഉണ്ടെങ്കിൽ നല്ല മർദ്ദത്തിനൊക്കെ ക്രമീകരിക്കുന്നത് എന്താണ്? ഈ ഒരു സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നു അല്ലെ. നമ്മൾ എവിടെയെങ്കിലും പോയി വീഴുകയോ നമ്മുടെ തല എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയിനൊക്കെ അതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് ഏതാണ്? ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഓക്കെ, അപ്പൊ ഈ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കലകൾക്ക് ഓക്സിജനും പോഷണങ്ങളൊക്കെ നൽകുന്നു, അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നു, അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള മർദ്ദത്തെയൊക്കെ ക്രമീകരിക്കുന്നു, അതുപോലെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് എന്തിനെ സംരക്ഷിക്കുന്നു? നമ്മുടെ തലച്ചോറിനെയൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? ഈ ഒരു ദ്രവമാണ്. എന്ത് ദ്രവമാണ്? സെറിബ്രോ സ്പൈനൽ ദ്രവം. ഓക്കെ, അപ്പൊ അതൊന്നും ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അതുമല്ല, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പോൺസ് അതൊക്കെ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പൊ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് വളരെ വിശാലമായിട്ട് തന്നെ പഠിക്കാം. നമ്മുടെ മസ്തിഷ്കം എടുത്തു കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് പിക്ചർ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും.
ഈ ചുളിഞ്ഞു കിടക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് എന്ത്, ഈ ഭാഗമാണ് എന്ത്, നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം കൂടിയാണ് ഏത്, ഈ സെറിബ്രം എന്ന് പറയുന്നത്. അപ്പൊ അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അവിടെ സെറിബ്രം സെറിബെല്ലം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. സെറിബ്രം കഴിഞ്ഞിട്ടാണ് സെറിബെല്ലം. ഓക്കെ, സെറിബ്രം കഴിഞ്ഞിട്ടാണ് പിന്നെന്താണ് വരുന്നത്, സെറിബെല്ലാണ്. അപ്പൊ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, സെറിബ്രം തന്നെയാണ്. അപ്പൊ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്, സെറിബ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെറിബ്രത്തിൽ തന്നെ അതിനൊരു ബാഹ്യഭാഗവും ആന്തരഭാഗവും ഒക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു ഒറ്റ ഭാഗത്തിൽ തന്നെ നമുക്ക് അതിന്റെ പുറം ഭാഗം ഉണ്ടാവും, അകംഭാഗം ഉണ്ടാവും. അതിന്റെ ബാഹ്യഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കും, കോർട്ടെക്സ് എന്ന് പറയും. അതിനെ പറയുന്ന നമ്മൾ ഈ ബാഹ്യഭാഗത്തെ ഗ്രേ മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതിനെയാണ് ബാഹ്യഭാഗത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ അടങ്ങിയിരിക്കുന്നതാണ് ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നതും ഏതാണ്, ഈ ഒരു ബാഹ്യഭാഗമാണ്. ബാഹ്യഭാഗത്തെ മറ്റൊരു പേരിൽ വിളിക്കുന്നതാണ് എന്ത്, കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റ് മാറ്റർ ആയിട്ടുള്ള നമ്മുടെ ആന്തരഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഡുല എന്ന് പറയുന്നത്. അതായത് വൈറ്റ് മാറ്റർ ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്, ഈ മെഡുലയിലാണ്. മെഡുല എന്ന് പറയുമ്പോൾ എവിടെയാണ്, ആന്തരഭാഗമാണ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഏത്, സെറിബ്രം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് ചോദിച്ചാലും ഏതാണ്, സെറിബ്രമാണ്. ഈ സെറിബ്രം തന്നെ എന്തുണ്ട്, ബാഹ്യഭാഗവും ഉണ്ട്, ആന്തരഭാഗവും ഉണ്ട്. ബാഹ്യഭാഗം എന്ന് പറയുന്നതാണ് എന്ത്, കോർട്ടെക്സ് അല്ലെ, കോർട്ടെക്സ് ആണ് അതിന്റെ സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം എന്ന് പറയുന്നത്. ആന്തരഭാഗമാണെങ്കിൽ ഏതായിരുന്നു, അത് മെഡുലയാണ് അല്ലെ. വൈറ്റ് മാറ്റർ ഒക്കെ കാണപ്പെടുന്നത് മെഡുലയിലാണ്. ഗ്രേ മാറ്റർ ആണെങ്കിൽ എവിടെയാണ്, അത് നമ്മുടെ ബാഹ്യഭാഗമായിട്ടുള്ള കോർട്ടെക്സിലാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ചോദിക്കാറുള്ളതാണ് നമ്മുടെ നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു അല്ലെ, നമ്മുടെ ഓർമ്മ, നമ്മുടെ ബുദ്ധി, അതുപോലെ തന്നെ നമ്മുടെ ചിന്ത, ഭാവന അല്ലെ, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഭാവനയിൽ കൊണ്ടുവരും. അതൊക്കെ നടക്കുന്നത് എവിടെയാണ്, ഈ സെറിബ്രത്തിലാണ്. ഓക്കെ, എന്തൊക്കെയാണ്, ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന, അതിന്റെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്, ഈ സെറിബ്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐച്ഛിക ചലനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ആരാണ്, സെറിബ്രമാണ് അല്ലെ. ഐച്ഛിക ചലനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, നമ്മളിപ്പോ ഈ കൈ ഉയർത്താൻ നമ്മളിപ്പോ വിചാരിക്കുമ്പോൾ കൈ ഉയരുന്നുണ്ടല്ലോ, അതിനൊക്കെ കറക്റ്റ് മെസ്സേജുകളൊക്കെ എത്തുന്നത് എവിടെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എവിടെയാണ്, സെറിബ്രത്തിലാണ്. അതൊക്കെ എന്താണ്, ഐച്ഛിക ചലനങ്ങളാണ് അല്ലെ. നമ്മൾ കൈ ഉയർത്തുന്നു, കാല് നീട്ടാൻ പറ്റുന്നത്, അതൊക്കെ എന്താ നമ്മളിപ്പോ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ലേ, അതൊക്കെ അവിടെ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സെറിബ്രമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്, നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യം അവിടെ സെറിബ്രവുമായി ബന്ധപ്പെട്ട് പഠിക്കണം. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്താണ്, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. അതിന്റെ നമ്മൾ പറഞ്ഞില്ലേ, രണ്ട് പാളികളായിട്ട്, രണ്ട് പാളികൾ എന്ന് പറയുമ്പോൾ അതിന്റെ ആന്തരഭാഗവും ഉണ്ട്, ബാഹ്യഭാഗവും ഉണ്ട്. ബാഹ്യഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ഏതാണ്, ഏറ്റവും പുറമേയുള്ള പാളി കിട്ടുന്നുണ്ടോ നോക്കുക, മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഏറ്റവും പുറമേയുള്ള പാളി ഏതായിരുന്നു, കോർട്ടെക്സ് ആണ് അല്ലെ. കോർട്ടെക്സ് ആണ് നമ്മുടെ ഗ്രേ മാറ്റർ ഒക്കെ കാണപ്പെടുന്നത് ഈ ഒരു കോർട്ടെക്സിലാണ്. പിന്നെ നമ്മൾ ആന്തരഭാഗം പറഞ്ഞു അല്ലെ, ഈ സെറിബ്രത്തിന്റെ ആന്തരഭാഗമാണ് ഇത്, മെഡുല എന്ന് പറയുന്നത്. വൈറ്റ് മാറ്റർ ഒക്കെ കാണപ്പെടുന്നത് ഈ ഒരു മെഡുലയിലാണ്. ഇനി ഇവിടെ നടക്കുന്ന പ്രധാന ഡ്യൂട്ടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സെറിബ്രത്തിന്റെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളുടെ ബേസിക്, അതായത് നമ്മുടെ ഓർമ്മ, അതുപോലെ തന്നെ ബുദ്ധി, ഭാവന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ആരാണ്, സെറിബ്രമാണ് അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാക്കുന്നത് സെറിബ്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഐച്ഛിക ചലനങ്ങളെയൊക്കെ സാധ്യമാക്കുന്നതും ആരാണ്, സെറിബ്രമാണ്. ഓക്കെ, അപ്പൊ സെറിബ്രം ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള സെറിബെല്ലം. ഓക്കെ, അടുത്തത് ആരാണ്, സെറിബെല്ലം. അതായത് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് അല്ലെ. ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് ഇത്, സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെറിബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് ഇത്, സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് സെറിബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിബ്രത്തിന് താഴെയായിട്ട് രണ്ട് ദളങ്ങളോട് കൂടി കാണപ്പെടുന്ന ഭാഗമാണ് ഇത്, സെറിബെല്ലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഒക്കെ ഏകോപിച്ച് നമ്മുടെ ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നതാണ് ആര്, നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെറിബെല്ലത്തിന്റെ ഡ്യൂട്ടി എന്താണ്, ഇതാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യന്. എന്താണ്, നമ്മുടെ പേശി പ്രവർത്തനങ്ങളൊക്കെ ഏകോപിച്ച് ശരീര തുലന നില കൈവരിക്കുന്നത്. ശരീര തുലന നില കൈവരിക്കുന്നത് ആരാണ്, സെറിബെല്ലമാണ്. അതുകൊണ്ടാണ് നമ്മൾ മദ്യമൊക്കെ ബാധിക്കുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലത്തിനെയാണെന്ന് പറയാറുണ്ട് അല്ലെ. നമുക്ക് മദ്യം ബാധിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റുമോ, ഇല്ലല്ലേ. അയാളുടെ ശരീര തുലന നില എന്ത് ചെയ്യും, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ. അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ടൊക്കെ അല്ലേ നടക്കുക. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മേലെ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് നമ്മൾ നടക്കുക. ബെല്ലും ബ്രേക്കും, ബെല്ല്, സെറിബെല്ലം, അങ്ങനെ ആലോചിച്ചാൽ മതി.
നമ്മൾ മദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ബെല്ലും ബ്രേക്കും ഇല്ലാതൊക്കെ നടക്കുക. അപ്പൊ നമ്മുടെ ശരീര തുലന എന്ത് ചെയ്യും, വ്യത്യാസപ്പെടും. അപ്പൊ ആ ശരീര തുലന നിലയൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? സെറിബെല്ലത്തിന്റെ ഡ്യൂട്ടിയാണ്. അതാണ് അവിടെ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ശരീര തുലന നില കൈവരിക്കുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. അതുപോലെ തന്നെ സെറിബ്രത്തിന് താഴെയായിട്ട് 2 ദളങ്ങളോട് കൂടി കാണപ്പെടുന്നതും ആരാണ്? സെറിബെല്ലമാണ്. ക്ലിയർ അല്ലേ? സെറിബ്രവും സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അതാണ് തലാമസ് അല്ലെ? തലാമസുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? തലാമസ് ആണ്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് നമ്മുടെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? തലാമസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലെ? നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളൊക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? നമുക്ക് പെട്ടെന്ന് വേദന ഇല്ലാതാക്കുന്നത് ആരാണ്? ഈ തലാമസ് ആണ്. ഓർത്തു വെച്ചേക്കണം എന്തൊക്കെയാണ്? സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം നടക്കുന്നത് തലാമസിലാണ്. അതുപോലെ തന്നെ വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്നതും എവിടെയാണ്? തലാമസിലാണ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. ഒന്നെന്താണ്? സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എവിടെയാണ്? തലാമസ്. വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്നതും എവിടെയാണ്? ഈ ഒരു തലാമസിലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഹൈപ്പോതലാമസ് എന്നാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം. ഇതാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ചോദിച്ചാൽ അതേതാണ്? അത് ഹൈപ്പോതലാമസ് ആണ്. എന്താണ്? ഹൈപ്പോതലാമസ്. എന്താ ചോദ്യം? നമ്മുടെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? അത് ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? നമ്മുടെ ശരീരോഷ്മാവ്, നമുക്കുള്ള വിശപ്പ് നമുക്ക് വിശപ്പ്, ദാഹം, അങ്ങനെയുള്ള മറ്റുള്ള വികാരങ്ങള് അതൊക്കെ നമുക്ക് പ്രകടമാക്കുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ശരീരോഷ്മാവിനൊക്കെ നിയന്ത്രിക്കുന്നതും നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നതും ദാഹം തോന്നുന്നതും ഓരോ വികാരങ്ങൾ തോന്നുന്നതും ഒക്കെ എന്താണ്? ആരുടെ ഡ്യൂട്ടിയാണ്? ഹൈപ്പോതലാമസ് ആണ്. അതൊക്കെയാണ് ഈ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലെ? ഹൈപ്പോതലാമസ് ആണ്. അതുകൊണ്ടാണ് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, തലാമസ് എന്ന് മാത്രമാണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചത്? വേദന സംഹാരികളൊക്കെ ചെയ്യുന്നതൊക്കെ എവിടെയാണ്? വേദന സംഹാരികളും അതുപോലെ തന്നെ അതൊക്കെ പ്രവർത്തിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ തലാമസിലും. അതുപോലെ സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതേതാണ്? തലാമസ് ആണ്. റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതും തലാമസ് ആണ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം എന്നറിയപ്പെടുന്നതും ഏത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കാറുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും പുതുതായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പോൺസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഈ ഭാഗങ്ങൾ കൂടി അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ്? മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മെഡുല ഓംബ്ലാങ്കേറ്റ ഓൾറെഡി നമുക്ക് ചോദിക്കാറുള്ളതാണ്. മിഡ് ബ്രെയിനും പോൺസ് ആണ് അഡീഷണൽ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ മിഡ് ബ്രെയിൻ ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ റെഡ് കളറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് മിഡ് ബ്രെയിൻ. അതിന് താഴെയുള്ളതാണ് പോൺസ്. അതിന്റെ ഭാഗമായിട്ട് താഴോട്ട് കിടക്കുന്ന സാധനമാണ് മെഡുല ഓംബ്ലാങ്കേറ്റ. അതിന്റെ താഴത്തോട്ട് നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ സുഷുമ്ന എന്ന് പറയുന്നത്. അതായത് ഈ കിടക്കുന്ന നീണ്ട ദണ്ട് പോലെ കിടക്കുന്നുണ്ടല്ലോ, അതാണത് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മിഡ് ബ്രെയിനും പോൺസും മെഡുല ഓംബ്ലാങ്കേറ്റയും പിന്നെ നമ്മുടെ സുഷുമ്ന എന്ന് പറയുന്നത്. അവിടെ മിഡ് ബ്രെയിൻ്റെ ഇവിടെ നിന്ന് ചോദിക്കാൻ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിഡ് ബ്രെയിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളൊക്കെ വിലയിരുത്തുന്നത് ആരാണ്? ഈ മിഡ് ബ്രെയിൻ ആണ്. ഓക്കെ, എന്താണ് മിഡ് ബ്രെയിൻ? അതാണ് നമ്മുടെ കാഴ്ച അല്ലെ, നമുക്ക് കാണാൻ സാധിക്കുന്നതും നമ്മുടെ കേൾക്കാൻ സാധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ സന്ദേശങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എവിടെയാണ്? മിഡ് ബ്രെയിനിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകള്, പുരികങ്ങള് അവയുടെ ചലനമൊക്കെ സാധ്യമാക്കുന്നതിനും ആർക്ക് പങ്കുണ്ട്? ഈ മിഡ് ബ്രെയിനിന് പങ്കുണ്ട് അല്ലെ. നമുക്ക് കണ്ണുകളൊക്കെ ചലിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അതുപോലെ നമ്മുടെ പുരികങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാൻ പറ്റുന്നില്ലേ? അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിന്റെ സന്ദേശങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? മിഡ് ബ്രെയിനിലാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാഴ്ച, കേൾവി അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളൊക്കെ വിലയിരുത്തുന്നത് എവിടെയാണ്? മിഡ് ബ്രെയിനിലാണ്. അതുപോലെ തന്നെ കണ്ണുകള്, പുരികങ്ങള് അവയുടെ ചലനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മിഡ് ബ്രെയിനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ അതവിടെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പോൺസിന്റെ ഡ്യൂട്ടി എന്താണ്?
പോൺസിന്റെ ഡ്യൂട്ടി നമ്മുടെ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ, ഓക്കെ, എവിടെയൊക്കെയാണ് നമ്മുടെ കണ്ണിലും അതുപോലെ തന്നെ മുഖത്തുള്ള പേശികളുണ്ടല്ലോ, ആ പേശികളുടെ പ്രവർത്തനങ്ങളെ ഒക്കെ ഏകോപിക്കുന്നത് ആരാണ്? പോൺസ് ആണ്. ഓർത്തു വെച്ചേക്കണം, കണ്ണിലും മുഖത്തുമുള്ള പേശികൾ മാറിപ്പോകരുത്. മറ്റേതെന്താണ്? മിഡ് ബ്രെയിനിൽ കാഴ്ചയും കേൾവിയാണ് അല്ലെ, നമ്മുടെ കാഴ്ച സാധ്യമാക്കുന്നതോ അല്ലെങ്കിൽ കേൾവി അങ്ങനെയുള്ള അത് സാധ്യമാക്കാന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളൊക്കെ വിലയിരുത്തുന്നത് എവിടെയാണ്? മിഡ് ബ്രെയിനിലാണ്. പോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിലും അതുപോലെ തന്നെ മുഖത്തുമുള്ള പേശികളിൽ അവിടെയുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? പോൺസിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നതും ആരാണ്? പോൺസ് ആണ്. ഓക്കെ, അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമ്മുടെ മെഡുല ഓംബ്ലാങ്കേറ്റയിലോട്ടാണ് പോകുന്നത്. മെഡുല ഓംബ്ലാങ്കേറ്റയുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് നമ്മുടെ അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? മെഡുല ഓംബ്ലാങ്കേറ്റയ്ക്കുള്ളത്. അതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്? ഐച്ഛികം എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ സെറിബ്രം ആണ് അല്ലെ, സെറിബ്രം ആണ്. എന്നാൽ അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് തുമ്മാൻ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തുമ്മും അല്ലെ, അതായത് നമുക്ക് അതിന് പിടിച്ചു വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് അതിനെ പിടിച്ചു വെക്കാൻ പറ്റില്ല, അത് ഛർദ്ദിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ഹൃദയസ്പന്ദന നിരക്കാണെങ്കിലും ശ്വാസോച്ഛ്വാസമൊക്കെ എന്താണ്, അതൊരു ആ ഒരു ഓർഡറിൽ നടന്നു പോകുന്നതാണ്. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, അതായത് നമ്മളുടെ കയ്യിലല്ല ഇതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? മെഡുല ഓംബ്ലാങ്കേറ്റയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. അതായത് ഒറ്റ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലേ, നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ അല്ലേ, ഇപ്പൊ ഛർദി ആണെങ്കിലും ഹൃദയസ്പന്ദനമാണെങ്കിലും ശ്വാസോച്ഛ്വാസം ആണെങ്കിലും ചുമക്കാണെങ്കിലും എന്താണ്, അതൊക്കെ എന്താണ്? അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിനൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. ഐച്ഛികമായിട്ടുള്ള ചലനങ്ങളാണെങ്കിൽ നമ്മുടെ സെറിബ്രോ ആണ് അല്ലെ, നമ്മുടെ ബുദ്ധി, ഭാവനയൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതല്ലേ. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ ഇതിൽ വരുന്നതാണ്, സെറിബ്രത്തിൽ വരുന്നതാണ്. എന്നാൽ അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എവിടെയാ വരുന്നത്? അത് മെഡുല ഓംബ്ലാങ്കേറ്റയിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മിഡ് ബ്രെയിനും പോൺസും മെഡുല ഓംബ്ലാങ്കേറ്റയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മിഡ് ബ്രെയിൻ ആണെങ്കിൽ എന്തായിരുന്നു? നമ്മുടെ കാഴ്ച കേൾവി അല്ലെ, കാഴ്ച കേൾവി അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളൊക്കെ വിലയിരുത്തുന്നത് ആരാണ്? മിഡ് ബ്രെയിൻ ആണ്. അതുപോലെ കണ്ണിലും മുഖത്തുമുള്ള പേശികൾ അല്ലെ, അവിടെയുള്ള പേശികളൊക്കെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏകോപിക്കുന്നത് ആരാണ്? അത് പോൺസ് ആണ്. അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നതും ചോദിച്ചാൽ നമ്മൾ പോൺസ് ആണ് പറയേണ്ടത്. പക്ഷെ ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം, ഛർദി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏറ്റവും പുറമേയുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുമ്പോൾ സെറിബ്രമാണ്. ആ സെറിബ്രത്തിന് 2 പാളികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് ബാഹ്യഭാഗവും ഉണ്ട്, ആന്തരഭാഗവും ഉണ്ട്. ബാഹ്യഭാഗം ആണെങ്കിൽ എന്തായിരുന്നു പേര്? ബാഹ്യഭാഗം കിട്ടുന്നുണ്ടോ നോക്കുക. ഏതാണ് ബാഹ്യഭാഗം? കോർട്ടെക്സ് ആണ് അല്ലെ. പിന്നെ ഉള്ളിലുള്ള ഭാഗമാണെങ്കിൽ മെഡുലയാണ്. ബാഹ്യഭാഗം നമ്മൾ എന്ത് മാറ്റർ ആണ്? ഗ്രേ മാറ്റർ ഒക്കെ കാണപ്പെടുന്നുണ്ട്. ആന്തരഭാഗത്തിലാണെങ്കിൽ വൈറ്റ് മാറ്റർ ആണ് കാണപ്പെടുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓർമ്മ, ചിന്ത, ബുദ്ധി, ഭാവന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ എവിടെയാണ്? സെറിബ്രത്തിലാണ്. ഇനി രണ്ടാമത്തെ വലിയ ഭാഗം എന്ന് പറയുമ്പോൾ ഏതാണ്? സെറിബ്രം കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് കാണുന്ന നമ്മുടെ സെറിബെല്ലം ആണ് അല്ലെ. നമ്മുടെ സെറിബ്രത്തിന് താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് സെറിബെല്ലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീര തുലന നിലയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബെല്ലം ആണ് അല്ലെ. അതുകൊണ്ടാണ് മദ്യമൊക്കെ ബാധിക്കുന്നത് എവിടെയാന്ന് പറയുന്നത്? സെറിബെല്ലത്തിലാന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ തലാമസിനെ പറ്റി പറഞ്ഞു അല്ലെ. തലാമസ് എന്ന് പറയുമ്പോൾ എന്താണ്? തലാമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് എന്ന് പറയുന്നത്. അവിടെയാണ് വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തലാമസിലാണ്. റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതും എവിടെയാണ്? തലാമസ് ആണ്. പിന്നെ ഹൈപ്പോതലാമസ് അല്ലെ. ഹൈപ്പോതലാമസ് എന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏതാണ്? നമ്മുടെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ചോദിക്കും അല്ലെ. അതേതാണ്? ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ നമ്മുടെ ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം അങ്ങനെയുള്ള വികാരങ്ങൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചു മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല ഓംബ്ലാങ്കേറ്റ അല്ലെ. അതൊക്കെ എന്താണെന്ന് ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ഭാഗത്തിലോട്ട് കടക്കാം. അടുത്തത് ഇനി നമ്മൾ പറഞ്ഞ മെഡുല ഓംബ്ലാങ്കേറ്റയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ദണ്ട് പോലെ കണ്ടല്ലോ, അതാണ് എന്ത്? നമ്മുടെ സുഷുമ്ന എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ സുഷുമ്ന എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് അല്ലെ. മസ്തിഷ്കം, സുഷുമ്ന ഒക്കെ എന്തിന്റെ ഭാഗമാണ്? കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ മെഡുല ഓംബ്ലങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ത്? സുഷുമ്ന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്കൊരു സെൻട്രൽ കനാലും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡോർസൽ റൂട്ടും ഉണ്ട്, അതുപോലെ ഒരു വെൻട്രൽ റൂട്ടും ഉണ്ട്. അപ്പോൾ ഈ സെൻട്രൽ കനാലിലാണ് നമ്മൾ മുന്നേ പഠിച്ച സെറിബ്രോ സ്പൈനൽ ദ്രവമൊക്കെ അടങ്ങിയിട്ടുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞു മസ്തിഷ്കത്തിലും സുഷുമ്നയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ദ്രവമുണ്ട്. അതാണ് നമ്മുടെ ഇതിനൊക്കെ പോഷണവും ഓക്സിജനും പിന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നുള്ള സംരക്ഷണമൊക്കെ കൊടുക്കുന്നത്. ഏത്? ഈ ഒരു സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പൊ അതൊക്കെ ഇവിടെ സുഷുമ്നയിൽ എവിടെയാ കാണുന്നത്? ഈ സെൻട്രൽ കനാൽ എന്ന് പറയുന്നതിൽ എവിടെ കാണുന്നുണ്ടല്ലോ? ഈ ഒരു കനാലിലാണ് എന്ത് കാണുന്നത്? സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന രണ്ട് ഭാഗങ്ങളാണ് ഈ കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്, ഇതാണ് വെൻട്രൽ റൂട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിൾ ആണ്. ഡോർസൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്നതാണ് ആര്? ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഡോറിലൂടെ അങ്ങ് കടത്തി വിട്ട് ആലോചിച്ചാൽ മതി. അതായത് നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളിൽ നിന്നുള്ള വരുന്ന സന്ദേശങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് സുഷുമ്നയിലേക്ക് കടത്തി വിടുന്നത് ആരാണ്? ഈ ഒരു ഡോറ് തുറന്നിട്ടാണ് കടത്തി വിടുക എന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ഡോർസൽ റൂട്ടിലൂടെയാണ്. ഇനി ഇവിടെ നിന്ന് വരുന്ന സന്ദേശങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്കൊക്കെ പോകണല്ലോ. അതായത് സുഷുമ്നയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ്. ഓക്കെ, ഈ കാണുന്ന അതായത് സുഷുമ്നയുടെ ഉള്ളിൽ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. പുറമേ കാണുന്നതാണ് ഡോർസൽ റൂട്ട്. അപ്പൊ ഡോറിലൂടെ എന്ത് ചെയ്യുന്നു? സന്ദേശങ്ങളൊക്കെ ഉള്ളിലോട്ട് പോകുന്നു അല്ലെ. മറ്റുള്ള നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ ഈ സുഷുമ്നയുടെ ഉള്ളിലേക്ക് കിടക്കുന്നത് ഏത് വഴിയാണ്? ഈ ഡോറും തുറന്ന് ഡോർസൽ റൂട്ടിലൂടെയാണ്. ഇനി തിരിച്ച് ഈ ഒരു സുഷുമ്നയിൽ നിന്നുള്ള സന്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് അതായത് മറ്റ് ഭാഗങ്ങളിൽ ശരീരത്തിന്റെ ഭാഗങ്ങളിലോട്ട് പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞ ഈ സെൻട്രൽ കനാൽ അല്ലെ, ഈ സെൻട്രൽ കനാലിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? സെറിബ്രോ സ്പൈനൽ ദ്രവം ഉള്ളത്. ഓക്കെ, അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഇനി സുഷുമ്നയുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഡോർസൽ റൂട്ട് ആണെങ്കിലും വെൻട്രൽ റൂട്ട് ആണെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തനം തന്നെ. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിൽ നിന്ന് അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൈമാറുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ സുഷുമ്ന ചെയ്യുന്നത്. ഓക്കെ, അതായത് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ നമ്മൾ മസ്തിഷ്കത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ആരാണ്? ഈ സുഷുമ്നയാണ് അല്ലെ. അതുപോലെ തന്നെ അവിടുന്ന് തിരിച്ച് അങ്ങോട്ടേക്കും പോകുന്നതൊക്കെ ആരാണ്? ഈ സുഷുമ്നയുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ? മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഈ ഒരു നാഡീ വ്യവസ്ഥയൊക്കെ ബാധിക്കുന്ന പ്രധാന അസുഖങ്ങൾ ഉണ്ട് അല്ലെ. അതായത് കുറച്ച് രോഗങ്ങളുണ്ട്. ഇതും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ നാഡീ വ്യവസ്ഥയൊക്കെ ബാധിക്കുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. അതിലൊന്ന് വരുന്നതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അൽഷിമേഴ്സ് ഉണ്ട്, പാർക്കിൻസൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഒന്നാണ് അപസ്മാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, അതിന്റെ കാരണം, അതുപോലെ തന്നെ അതിന്റെ ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തേതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അൽഷിമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ഓർമ്മകളൊക്കെ നശിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ്. അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഈ ഒരു അൽഷിമേഴ്സ് ഉണ്ടാകുമ്പോൾ? അതായത് നമ്മുടെ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞു കൂടിയിട്ട് അവിടെയുള്ള ന്യൂറോണുകളൊക്കെ നശിക്കുന്നതാണ് ഈ ഒരു അൽഷിമേഴ്സ് എന്ന രോഗത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ഒരു തരം എന്ത് ചെയ്യാണ്? ഒരു പ്രോട്ടീൻ അവിടെ അടിഞ്ഞുകൂടും. ആ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ന്യൂറോണുകളൊക്കെ നശിപ്പിക്കും. ഓക്കെ, അപ്പൊ ന്യൂറോണുകളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാതെയാവൂലേ. അപ്പൊ നമ്മുടെ ഓർമ്മകളൊന്നും നമുക്ക് എന്ത് ചെയ്യും? പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ തന്നെ എന്താണ് അല്ലെ? കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവും. നമുക്ക് വളരെ അടുത്ത ആൾക്കാരെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെയായി വരും. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ഈ ന്യൂറോണുകളൊക്കെ നശിക്കുന്നത് വഴിയാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ന്യൂറോണുകൾ നശിക്കാൻ കാരണം എന്താണ്? ഈ മസ്തിഷ്കത്തിലെ ഈ നാഡീകലകളിൽ ഒരു തരം പ്രോട്ടീൻ അവിടെ അടിഞ്ഞു കൂടിയിട്ടാണ് ഈ ന്യൂറോണുകളൊക്കെ നശിപ്പിക്കുന്നത്. അപ്പൊ ഈ ന്യൂറോണുകളൊക്കെ നശിപ്പിക്കുന്നത് വഴി ഉണ്ടാവുന്ന ഒരു അസുഖമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ? ലക്ഷണങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അതായത് കേവല ഓർമ്മകൾ പോലും ഉണ്ടാവില്ല. ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഇപ്പൊ നടക്കുന്ന അല്ലെങ്കിൽ തൊട്ട് മുന്നേ നടന്ന കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇനി ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ലാസ്റ്റ് എന്ത് ചെയ്യും? നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പോലും നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകും.
അതാണ് ഇതിന്റെ ഒരു രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, അൽഷിമേഴ്സിന്റെ. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, എങ്ങനെയാ രോഗം ഉണ്ടാവുന്നത്? ആ ന്യൂറോണുകളൊക്കെ അവിടെ നശിക്കുകയാണ് അല്ലെ, അവിടെ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞു കൂടിയിട്ട് ന്യൂറോണുകളൊക്കെ നശിക്കുമ്പോഴാണ് ഈ അൽഷിമേഴ്സ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നമ്മുടെ നാഡീവ്യവസ്ഥേനൊക്കെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. പാർക്കിൻസൺസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ആലോചിച്ച് വെക്കാം. അവിടെ എന്താണ്, നമ്മുടെ മസ്തിഷ്കത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഗാഗ്ലിയോണുകൾ ഉണ്ട് അല്ലെ, അതിന്റെ നാശത്തിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? പാർക്കിൻസൺസ് സംഭവിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്നൊരു നാഡീയ പ്രക്ഷേപത്തിന്റെ ഉൽപാദനം അവിടെ കുറയും. ഓക്കെ, എന്താണ് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു നാഡീയ പ്രേഷകം ഉണ്ട് അല്ലെ, അതിന്റെ ഉൽപാദനം കുറയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പാർക്കിൻസൺസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ഡോപ്പമിന്റെ ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്താ അതിന്റെ ഒരു ഇത് നഷ്ടപ്പെടും. അതായത് നമ്മുടെ ശരീര തുലനനില നഷ്ടപ്പെടും. അതായത് ശരീരത്തിന് തുലനനില നഷ്ടപ്പെടാന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് നന്നായിട്ട് വിറയ്ക്കാനായിട്ട് തുടങ്ങും, നമ്മുടെ ചലനമൊക്കെ എന്താവും, മാറിപ്പോകും. അതായത് പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം ഉണ്ടാവും. അതായത് നന്നായിട്ട് വിറയ്ക്കും നമ്മുടെ വായിൽ നിന്ന് ആ സമയത്ത് നുരയും പതയൊക്കെ വരും. അതായത് ഇങ്ങനെ ഉമിനീരൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകും. അതൊക്കെ എന്താണ്, ഈ പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പൊ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കണം, അവിടെ എന്താണ്, ഒരു ഡോപ്പമിൻ എന്നൊരു അതിന്റെ ഉൽപാദനം കുറയാണ് അല്ലെ. ഡോപ്പമിന്റെ ഉൽപാദനം കുറയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പാർക്കിൻസൺസ് ഉണ്ടാവുന്നത്. എന്നാൽ ന്യൂറോണുകൾ നശിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അൽഷിമേഴ്സ് ഉണ്ടാവുന്നത്. മാറിപ്പോകണ്ട, പാർക്കിൻസൺസ് ആണെങ്കിൽ അവിടെ എന്താണ്, ഡോപ്പമിന്റെ ഉൽപാദനം കുറയാണ് അല്ലെ. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ തുലനനില നമുക്ക് നഷ്ടപ്പെടും. അൽഷിമേഴ്സിൽ അവിടെ നമ്മുടെ ഓർമ്മകളാണ് നഷ്ടപ്പെടുന്നത്. പാർക്കിൻസൺസിലാണെങ്കിൽ എന്താണ്, അവിടെ നമ്മുടെ ശരീരത്തിന്റെ തുലനനിലയാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അസുഖമാണ് അപസ്മാരം എന്ന് പറയുന്നത് അല്ലെ. അപസ്മാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ശരിക്കും ഒരു വൈദ്യുത പ്രവാഹമാണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലെ. അതായത് നമുക്ക് തലച്ചോറിൽ എന്ത് ചെയ്യാണ്, തുടർച്ചയായിട്ട് എന്ത് ചെയ്യാണ്, ഒരു ക്രമരഹിതമായിട്ടൊരു വൈദ്യുത പ്രവാഹം സംഭവിക്കുകയാണ് ചെയ്തത് അല്ലെ. നമ്മളൊരു വൈദ്യുതാഘാതം ഏറ്റു കഴിഞ്ഞാലുള്ള അതേപോലെയൊക്കെ കാട്ടലാണ് ഉണ്ടാവുക അല്ലെ. അതായത് എന്ത് ചെയ്യും, നമുക്ക് തുടരെ ഇങ്ങനെയുള്ള പേശികളൊക്കെ ഇങ്ങനെ സങ്കോചിക്കും. ആ സമയത്ത് നമുക്ക് നുരയും പതയൊക്കെ എന്ത് ചെയ്യും, വായിലൂടെ വരും. ചില ആൾക്കാരിൽ പല്ലൊക്കെ ഇങ്ങനെ കടിക്കൂലേ, പല്ല് കടിക്കാന്ന് പറയുമ്പോൾ നാവും കൂട്ടിയിട്ട് പല്ലൊക്കെ കടിക്കും. അങ്ങനെ രോഗി ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു അബോധാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുക. അതൊക്കെയാണ് അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിൽ തുടർച്ചയായിട്ടൊരു ക്രമരഹിതമായിട്ടുള്ള ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അപസ്മാരം ഉണ്ടാവുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, അവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ രോഗങ്ങൾ എന്തൊക്കെയായിരുന്നു? അൽഷിമേഴ്സ്, പാർക്കിൻസൺ, അപസ്മാരം. അൽഷിമേഴ്സ് എങ്ങനെയുണ്ടാവുന്നത്? കാരണം എന്തായിരുന്നു? അവിടെ എന്താണ്, ഒരു ന്യൂറോണുകൾ അല്ലെ, ന്യൂറോണുകൾ നശിക്കുകയാണ്. അതായത് ഒരു തരം പ്രോട്ടീൻ അവിടെ അടിഞ്ഞു കൂടിയിട്ട് അവിടെയുള്ള ന്യൂറോണുകളൊക്കെ നശിക്കുന്നു. അതുവഴി നമ്മുടെ ഓർമ്മകളൊക്കെ പോകുന്നു അല്ലെ. അങ്ങനെ നമുക്ക് വളരെ അടുത്തുള്ള ആൾക്കാരെ പോലും നമ്മളുടെ ഓർമ്മയിൽ നിൽക്കാതെയാവുന്നു. അങ്ങനത്തെ ഒരു രോഗാവസ്ഥയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. പാർക്കിൻസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിന്റെ ഉൽപാദനം കുറയാണ്? ഡോപ്പമിന്റെ ഉൽപാദനം കുറയാണ്. അതോടുകൂടിയിട്ട് നമ്മുടെ ശരീര തുലനനില നഷ്ടപ്പെടും, നമുക്ക് വിറയലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു രോഗാവസ്ഥയാണ് ഇത് പാർക്കിൻസൺ എന്ന് പറയുന്നത്. അപസ്മാരം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാവുന്നൊരു വൈദ്യുത പ്രവാഹം അല്ലെ, വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്നതാണ് അപസ്മാരം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പേശി സങ്കോചം അല്ലെ, പേശികളുടെ സങ്കോചം സംഭവിക്കുകയും നമ്മുടെ വായിൽ നിന്നൊക്കെ നുരയും പതയും വരും, നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ കടിച്ച് അമർത്തും. അതൊക്കെ അതിന്റെ ഒരു ലക്ഷണങ്ങളാണ്. ഇത്രയാണ് നമ്മുടെ ഈ നാഡീയ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട പ്രധാന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇതും പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതോടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലോട്ട് പോകാം. മറ്റൊരു ഭാഗം ഇവിടെ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. നമ്മുടെ കണ്ണ് അല്ലെ, കണ്ണുമായി ബന്ധപ്പെട്ട് കണ്ണിന്റെ ഓരോരോ ഭാഗങ്ങളിൽ നിന്നും വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ടത് കണ്ണിലെ പാളികളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കണ്ണെടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും 3 പാളികളാണ് ഉള്ളത്. അതായത് ഏറ്റവും പുറമെ കാണുന്ന നമ്മുടെ ദൃഢപടലം ഉണ്ട്, പിന്നെ ഏതാണ് രക്തപടലം, പിന്നെ നമ്മുടെ ഉള്ളിൽ കാണുന്ന നമ്മുടെ ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറയില്ലേ. റെറ്റിന എന്ന് പറയുന്നത് തന്നെ എന്താണ്, ദൃഷ്ടിപടലമാണ് കേട്ടോ. അപ്പൊ ദൃഷ്ടിപടലം എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. ഈ ദൃഷ്ടിപടലം എന്ന് പറയുന്നത് എന്തിനെയാണ്? റെറ്റിനയാണ്. ചിലപ്പോൾ റെറ്റിന എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ദൃഷ്ടിപടലം എന്ന് ചോദിക്കും. അപ്പൊ രണ്ടും എന്താണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ കണ്ണിലെ പാളികളാണ് ഈ പറഞ്ഞ ദൃഢപടലം, അതുപോലെ തന്നെ രക്തപടലം, അതുപോലെ തന്നെ ഏതാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറയുന്നത്. ഇനി ഈ ദൃഢപടലം എന്ന് പറയുമ്പോൾ അല്ലെ, നമുക്കറിയാം കണ്ണിന് ദൃഢതയൊക്കെ നൽകുന്ന വെളുത്ത നിറമുള്ള ഒരു ബാഹ്യ പാളിയാണ് അല്ലെ. ഏറ്റവും പുറമെ കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ പുറമെ കാണുന്ന വെള്ള കളറിൽ കാണുന്ന നമ്മുടെ കണ്ണില്, അതാണ് ദൃഢപടലം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ കോർണിയ ഒക്കെ ഉള്ളത് അല്ലെ. കോർണിയ ഉണ്ട്, അതുപോലെ തന്നെ കൺജങ്ക്റ്റീവ എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ എന്തിലാണുള്ളത്? ഈ ഒരു ദൃഢപടലത്തിലാണുള്ളത്.
അവിടെ കോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ദൃഢപടലത്തിന്റെ അല്ലെ, നമ്മൾ ഈ പുറമെ കാണുന്ന ഈ ഒരു വെള്ള കളർ ഉണ്ടല്ലോ, ആ ഭാഗത്തിന്റെ സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് ഇത് നമ്മുടെ കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? ഈ ഒരു കോർണിയ എന്ന് പറയുന്നത്. നമ്മുടെ പ്രകാശരശ്മികളൊക്കെ നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് ഏത് വഴിയാണ്? ഈ കോർണിയ വഴിയാണ്. ഓക്കെ, അപ്പൊ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഏത് വഴിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വഴിയാണ്? കോർണിയാണല്ലേ, ഏറ്റവും പുറമേയുള്ള ഭാഗത്തിലൂടെയല്ലേ നമുക്ക് പ്രകാശരശ്മികളൊക്കെ അകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കോർണിയ വഴിയാണ് അതിലൂടെ കടത്തിവിടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ ഈ കോർണിയ ഒഴികെയുള്ള ഭാഗമാണ്, നമ്മുടെ ദൃഢപടലത്തിന്റെ ഭാഗമാണ് ഇത് നമ്മുടെ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെയൊക്കെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം പോലെ കാണുന്നുണ്ടല്ലോ, അതാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്, നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗമാണ്. അതായത് കോർണിയ വരുന്നുണ്ട്, ഏറ്റവും മുൻഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്നതാണ് കോർണിയ എന്ന് പറയുന്നത്. പിന്നെ കോർണിയ ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കൂടി ചേരുന്നതാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. നമ്മുടെ പ്രകാശരശ്മികളൊക്കെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് ഏത് വഴിയാണ്? അത് കോർണിയ വഴിയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ദൃഢപടലത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ദൃഢപടലത്തിന്റെ ഭാഗങ്ങളാണ് ഏതൊക്കെയാ? കോർണിയയും കൺജങ്ക്റ്റീവയും. ഇനി അടുത്തതാണ് നമ്മുടെ രക്തപടലം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണിന്റെ ഒരു മധ്യപാളി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. മറ്റേത് ദൃഢപടലം എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമേയുള്ള നമുക്ക് കാണപ്പെടുന്ന ഭാഗമാണ് ദൃഢപടലം എന്ന് പറയുന്നത്. രക്തപടലം എന്ന് പറയുമ്പോൾ എന്താണ്? അത് മധ്യപാളി എന്ന് പറയില്ലേ, നമുക്കത് ദൃഢപടലം കഴിഞ്ഞിട്ട് കിടക്കുന്ന ഭാഗമാണ് രക്തപടലം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഒരുപാട് രക്തക്കുഴലുകളൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു ഭാഗത്താണ്. അവിടെ വരുന്നതാണ് നമ്മുടെ ഐറിസും പ്യൂപ്പിളും വരുന്നത്. ഓക്കെ, ഐറിസും അതുപോലെ തന്നെ പ്യൂപ്പിളും വരുന്നതൊക്കെ എവിടെയാണ്? നമ്മുടെ രക്തപടലത്തിലാണ്. അതായത് നമ്മൾ പറഞ്ഞ കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണിത് നമ്മുടെ ഐറിസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഏറ്റവും പുറമേയായിട്ട് കാണപ്പെടുന്ന ഈ കോർണിയയുടെ അതിന്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്നതാണ് ഐറിസ് എന്ന് പറയുന്നത്. അതിനെന്താണ്? ഒരു ഇരുണ്ട നിറമാണ് അല്ലെ. നമുക്കറിയാം ഇരുണ്ട നിറമാണ് എന്തിനുള്ളത്? ഐറിസിനുള്ളത്. ആ ഇരുണ്ട നിറം കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തുണ്ട്? മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണ വസ്തുവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഐറിസിന് ഇരുണ്ട നിറം കിട്ടുന്നത്. ഓക്കെ, ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രക്തപടലത്തിന്റെ ഭാഗമാണ്. രക്തപടലം എന്ന് പറയുമ്പോൾ എന്താണ്? മധ്യപാളിയാണ് അല്ലെ. ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? ദൃഢപടലമാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? രക്തപടലം എന്ന് പറയുന്നത്. ആ രക്തപടലത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഐറിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കോർണിയയുടെ ഒക്കെ തൊട്ട് പിന്നിലായിട്ടാണ് ആര് കാണുക? ഐറിസ് കാണുക. അതിന് എന്ത് നിറമാണ്? ഇരുണ്ട നിറമാണ്. ആ ഇരുണ്ട നിറം കിട്ടാനുള്ള കാരണം എന്താണ്? അതിലടങ്ങിയിട്ടുള്ള മെലാനിൻ എന്ന വർണ്ണ വസ്തുവാണ്. ഇനി അടുത്തതാണ് നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. പ്യൂപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള ഒരു സുഷിരം അല്ലെ, സുഷിരം പോലെ കാണുന്ന ആ ഒരു ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം ചോദിച്ചാൽ അത് ഏതാണ്? പ്യൂപ്പിൾ ആണ്. അതും കൂടി എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ദൃഷ്ടിപടലമാണ്. അതായത് ദൃഷ്ടിപടലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് അല്ലെ. അതായത് കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ്, ആന്തര ഭാഗമാണ് ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും പുറമേയുള്ള ഭാഗം ദൃഢപടലം, ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണെങ്കിൽ എന്താണ്? ദൃഷ്ടിയൊക്കെ പോയി പതിയുന്നത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ ദൃഷ്ടിപടലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ റെറ്റിന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ആന്തരപാളിയാണ് അല്ലെ, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലാണ് വരുന്നത്. അവിടെ വരുന്ന രണ്ട് ഭാഗങ്ങളാണ് പീതബിന്ദുവും അന്ധബിന്ദുവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പീതബിന്ദു, എന്താണ് അന്ധബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മുടെ റെറ്റിനയില് പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് പീതബിന്ദു എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങളൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? പീതബിന്ദുവിലാണ്. എന്നാൽ അന്ധബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ അവിടെ എന്തില്ല? കാഴ്ചയില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു എന്ന് പറയുന്നത്. പീതബിന്ദുവിലാണ് ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അന്ധബിന്ദുവിൽ എന്തില്ല? അവിടെ കാഴ്ച അല്ലെ, കാഴ്ച. അതായത് അവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ അവിടെ എന്തുണ്ടാവില്ല? കാഴ്ച ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് പീതബിന്ദു, അന്ധബിന്ദു. അപ്പൊ പീതബിന്ദു ആണെങ്കിലും അന്ധബിന്ദു ആണെങ്കിലും ഒക്കെ എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ റെറ്റിനയുടെ ഭാഗമാണ് അല്ലെ. റെറ്റിന എന്ന് പറയുമ്പോൾ എന്താണ്? റെറ്റിന എന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടിപടലമാണ്. ഇതാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ കണ്ണിലെ ഓരോരോ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ദൃഢപടലം ഉണ്ട്, പിന്നെ രക്തപടലം ഉണ്ട്. മധ്യഭാഗത്തായിട്ട് കാണുന്നതാണ് രക്തപടലം. പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ദൃഷ്ടിപടലമാണ്. അപ്പൊ ദൃഢപടലത്തിൽ വരുന്നതാണ് കോർണിയ അല്ലെ. നമ്മൾ ആലോചിക്കുക, ഏറ്റവും പുറമെ കാണുമ്പോൾ എന്താണ്? കോർണിയ ഉണ്ട്, കൺജങ്ക്റ്റീവ ഉണ്ട്. കോർണിയ ഒഴികെയുള്ള ഭാഗമാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. നമ്മുടെ പ്രകാശരശ്മികളൊക്കെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് ഏത് വഴിയാണ്? കോർണിയ വഴിയാണ്.
അതുപോലെ തന്നെ രക്തപടലത്തിൽ വരുന്നതാണ് ഐറിസും അതുപോലെ തന്നെ പീപ്പിളും അല്ലെ. പീപ്പിള്, ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കോർണിയയുടെ തൊട്ട് പിന്നിലായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ്, രക്തപടലത്തിന്റെ ഭാഗമാണ് ഇത് ഐറിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനെന്താണ്, ഇരുണ്ട നിറമാണല്ലേ, അതിലടങ്ങിയിരിക്കുന്ന മെലാനിൻ ഉള്ളത് കൊണ്ടാണ് അതിന് ഇരുണ്ട നിറമുള്ളത്. ഇനി ഐറിസിന്റെ സെൻട്രലായിട്ട് വരുന്ന ഒരു സുഷിരമാണ് എന്ത്, നമ്മുടെ പീപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ദൃഷ്ടിപടലത്തിന്റെ ഭാഗമായിട്ടുള്ള പീതബിന്ദു, അന്തബിന്ദു. എവിടെയാണ് പ്രകാശഗ്രാഹി കോശങ്ങളൊക്കെ ഉള്ളത്, അത് പീതബിന്ദുവിലാണ്. അന്തബിന്ദുവിലെ അന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ എന്തില്ല, പ്രകാശഗ്രാഹി കോശങ്ങളില്ല എന്ന് ആലോചിച്ച് വെക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ അതിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെൻസിലെ, നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണത്, അത് കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. അപ്പൊ അതും കൂടി അവിടെ മനസ്സിലാക്കുക, അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കണ്ണിലെ ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ കണ്ണിലും ഇതുപോലെ നമ്മൾ പറഞ്ഞില്ലേ സർ, നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ദ്രവം പോലെ തന്നെ കണ്ണിലും കുറച്ച് ദ്രവങ്ങളൊക്കെ ഉണ്ട്. കണ്ണിലെ കലകൾക്കൊക്കെ പോഷണങ്ങളും അതുപോലെ തന്നെ അതിന് ഓക്സിജൻ ഒക്കെ നൽകുന്നത് ഈ ദ്രവങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ രണ്ട് ദ്രവങ്ങളാണുള്ളത്. ഒന്ന് അക്വസ് ദ്രവമുണ്ട്, വിട്രിയസ് ദ്രവമുണ്ട്. ഓക്കെ, അപ്പൊ കണ്ണിലെ ദ്രവങ്ങൾ ഏതൊക്കെയാണ്, അക്വസ് ദ്രവവും അതുപോലെ തന്നെ വിട്രിയസ് ദ്രവവും. ഇനി എന്താണ് അക്വസ് ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അക്വസ് ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മൾ പറഞ്ഞില്ലേ കോർണിയ, ആ കോർണിയയ്ക്കും ലെൻസിലും ഇടയിലാണ് എന്ത് നിറഞ്ഞിരിക്കുന്നത്, അക്വസ് ദ്രവം നിറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു അക്വസ് അറയുണ്ട്, അതിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കോർണിയയിലെ ഏറ്റവും പുറമെ കാണുന്ന ആ ഒരു പാളി ഉണ്ടല്ലോ, ആ ഭാഗം, അതാണ് കോർണിയ എന്ന് പറയുന്നത്. ആ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള ഒരു അറയുണ്ട്, അതാണ് അക്വസ് അറ. അതിലടങ്ങിയിരിക്കുന്നതാണ് എന്താ, അക്വസ് ദ്രവം എന്ന് പറയുന്നത്. ഈ അക്വസ് ദ്രവത്തിന്റെ പ്രത്യേകത എന്താണ്, ഈ ഒരു അക്വസ് ദ്രവം അതിലുള്ളത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കണം, കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നതാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഈ ഒരു അക്വസ് ദ്രവത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ആരാണ്, അക്വസ് ദ്രവമാണ്. അതുപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു ദ്രവമാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. വിട്രിയസ് ദ്രവം എന്ന് പറയുമ്പോൾ നമ്മുടെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് അടങ്ങിയിട്ടുള്ള ദ്രവമാണ് ഇത് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. അതായത് വിട്രിയസ് അറ ഉണ്ടാവും അതിന്റെ ഇടയിൽ, അതിലടങ്ങിയിട്ടുള്ളതാണ് എന്ത്, വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ കോർണിയയ്ക്കും ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഈ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് ദ്രവം. അത് കഴിഞ്ഞിട്ട് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് എന്ത്, വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. ഈ വിട്രിയസ് ദ്രവത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് അല്ലെ, കണ്ണ് ഈ രീതിയിൽ കാണാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതിനൊക്കെ സഹായിക്കുന്നത് ഈ ദ്രവമാണ്. വിട്രിയസ് ദ്രവം അതിലുള്ളത് കൊണ്ടാണ് നമുക്ക് കണ്ണിന് ആ ഒരു ആകൃതി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ചോദിച്ചാൽ ഏതാണത്, അത് വിട്രിയസ് ദ്രവമാണ്. എന്നാൽ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ആരാണ്, അത് അക്വസ് ദ്രവമാണ്. അപ്പൊ ഈ രണ്ട് ദ്രവവും ഓർത്ത് വെച്ചേക്കുക, അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഓക്കെ ഇനി അടുത്തൊരു എന്താണ്, സമജ്ഞനാക്ഷമതയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ. എന്താണ് സമജ്ഞനാക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയും അല്ലെ. എന്താണ്, അതായത് കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ചിട്ട് ലെൻസിന്റെ വക്രതയില് മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള നമ്മുടെ കണ്ണിന്റെ കഴിവാണ് എന്ത്, സമജ്ഞനാക്ഷമത എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, എന്താണ് സമജ്ഞനാക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം അനുസരിച്ചിട്ട് നമ്മുടെ അതായത് ആ ഒരു വസ്തു നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് കാഴ്ച സാധ്യമാകുന്നത് അല്ലെ, ആ ഒരു വസ്തു. അപ്പൊ അവിടെ എന്താണ്, കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ചിട്ട് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച പ്രതിബിംബത്തെ നമ്മുടെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള നമ്മുടെ കണ്ണിന്റെ ഒരു കഴിവുണ്ട് അല്ലെ, ആ കഴിവാണ് എന്ത്, സമജ്ഞനാക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്, നമ്മളിപ്പോ മുന്നേ പറഞ്ഞ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ന് പറയുന്നത്, റോഡ് കോശങ്ങളും അതുപോലെ തന്നെ കോൺ കോശങ്ങളുമാണ്. ഏതൊക്കെയാണ്, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ്. ഇനി റോഡ് കോശങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്, കോൺ കോശങ്ങളെക്കാളും എണ്ണത്തിൽ കൂടുതൽ ആരാണ്, റോഡ് കോശങ്ങളാണ്. അപ്പൊ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളൊക്കെ എന്താണ്, പ്രകാശഗ്രാഹി കോശങ്ങളാണ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ റോഡ് കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിലടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകമാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. അതായത് ഓപ്സിനും റെറ്റിനാളും കൂടി ചേർന്നതാണ് ഇത് റോഡോപ്സിൻ എന്ന് പറയുന്നത്. റോഡ് കോശങ്ങളിലാണ് എന്തുള്ളത്, അതിലടങ്ങിയിട്ടുള്ള കാഴ്ചാവർണ്ണകം എന്ന് പറയുന്നതാണ് ഇത് റോഡോപ്സിൻ എന്ന് പറയുന്നത്. അതിലുള്ളതാണ് ഇത് ഓപ്സിനും അതുപോലെ തന്നെ റെറ്റിനാലും. ഓക്കെ,
ഇനി അടുത്തത് നമുക്കറിയാം വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിലൊക്കെ കാണാൻ സഹായിക്കുന്നതൊക്കെ ഏതാണ്? ഈ ഒരു റോഡ് കോശങ്ങളാണ്. ഓക്കെ, ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല അല്ലെ? നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവയ്ക്ക് നമുക്ക് മങ്ങിയ പ്രകാശത്തിലെ മങ്ങിയ വെളിച്ചത്തിലൊക്കെ നമുക്ക് നമ്മുടെ കാഴ്ച സാധ്യമാക്കുന്നത്. അപ്പൊ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കാൻ സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റോഡ് കോശങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മങ്ങിയ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവയ്ക്ക് നിറങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇത് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അതും ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. നിറങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത കോശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റോഡ് കോശങ്ങളാണ്. അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തില് കാഴ്ച സാധ്യമാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? റോഡ് കോശങ്ങളാണ്. ഇനി അടുത്തതാണ് നമ്മുടെ കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ റോഡ് കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളുണ്ട്. അപ്പൊ കോൺ കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് ഇത് ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ റോഡ് കോശങ്ങളിൽ റൊഡോപ്സിനും ഉണ്ട്, കോൺ കോശങ്ങളിൽ ഏതാണ്? ഫോട്ടോപ്സിനും ആണ്. അവിടെ എന്താണ്? ഓപ്സിൻ, റെറ്റിനാൽ എന്ന് പറയുന്ന ഘടകങ്ങൾ ചേരുന്നതാണ് ഇത് ഈ ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഫോട്ടോപ്സിൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നിറങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ചുവപ്പ്, പച്ച, നീല. ഈ നിറങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആരാണ്? ഈ ഒരു കോൺ കോശങ്ങളാണ്. ഓക്കെ, അപ്പൊ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കോൺ കോശങ്ങളാണ്. അപ്പൊ പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോശങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം അവിടെ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. മങ്ങിയ വെളിച്ചത്തിലാണെങ്കിൽ ഏതാണത്? അത് റോഡ് കോശങ്ങളാണ്. അതുപോലെ തന്നെ ചുവപ്പ്, പച്ച, നീല അല്ലെ, ആ ഒരു നിറങ്ങളൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആരാണ്? കോൺ കോശങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നേത്ര വൈകല്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഓരോരോ അസുഖങ്ങളും അതെങ്ങനെയാണ് ഉണ്ടാവുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, നിശാന്തത അല്ലെ? എന്താണ് നിശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ വിറ്റാമിൻ എയുടെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് നിശാന്തത എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളൊന്നും നമുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ ഒരു നിശാന്തത എന്നൊരു രോഗം ഉണ്ടാവുന്നത് അല്ലെ? നിശാന്തത എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അല്ലെ? ഒരു മങ്ങി ഇരുട്ട് ഉള്ള വെളിച്ചം എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ ആ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് വസ്തുക്കളെയൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് എന്താ? നിശാന്തത. അപ്പൊ അതിന് കാരണം എന്താണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലം, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോഴാണ് ഈ ഒരു രോഗാവസ്ഥയിലേക്ക് മാറുന്നത്. ഓക്കെ, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? മങ്ങിയ വെളിച്ചത്തിലൊന്നും എന്ത് കാഴ്ച സാധ്യമാവില്ല? നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. ആ രോഗാവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പൊ നിശാന്തതയാണെങ്കിലും സീറോഫ്താൽമിയ ആണെങ്കിലും ഒരേ കാര്യം തന്നെയാണ്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറവ് തന്നെയാണ്. ഓക്കെ, പക്ഷെ സീറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ എന്തായി മാറും? അതാര്യമായി തീരും അല്ലെ? ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എന്താണ്? വരണ്ട് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം കാരണം നമ്മുടെ നേത്രാവരണം കോർണിയൊക്കെ എന്താവും? വരണ്ടു പോകും. അങ്ങനെ എന്ത് ചെയ്യും? എന്ത് രോഗാവസ്ഥയിലേക്ക് മാറും? സീറോഫ്താൽമിയയിലേക്ക് മാറും. ഓക്കെ, അപ്പൊ നിശാന്തത, സീറോഫ്താൽമിയ മാറിപ്പോകരുത്. നിശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെയും വിറ്റാമിൻ എന്റെ കുറവ് തന്നെയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ മങ്ങിയ വെളിച്ചത്തിലൊന്നും വസ്തുക്കളൊന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. സീറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ സീറോ ആയി മാറും. അതായത് സീറോ എന്ന് പറയുമ്പോൾ അവിടെ എന്താ? വരണ്ടു പോവാന്ന് ആലോചിച്ചാൽ മതി. അതും വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം കാരണം എന്തായി മാറുക? നമ്മുടെ കോർണിയ, നേത്രാവരണം ഒക്കെ എന്താ ചെയ്യുക? വറ്റി വരണ്ടു പോകും അല്ലെ? വരണ്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതാണ് നമ്മുടെ വർണ്ണാന്തത എന്ന് പറയും അല്ലെ? വർണ്ണാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? കോൺ കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഏത്? വർണ്ണാന്തത എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വർണ്ണാന്തത? എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, പ്രകാശഗ്രാഹി കോശങ്ങളായിട്ടുള്ള റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഉണ്ട്. അപ്പൊ കോൺ കോശങ്ങൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഏത്? വർണ്ണാന്തത എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ കോൺ കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നീലയില്ല, ചുവപ്പും പച്ച ഏതൊക്കെയാണ്? റെഡും ഗ്രീനും അല്ലെ? ചുവപ്പും പച്ച നിറങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കാതെയാവും. ആ ഒരു രോഗാവസ്ഥയാണ് എന്ത്? നമ്മുടെ വർണ്ണാന്തത എന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ഏത് കോശങ്ങളാണ്? കോൺ കോശങ്ങളാണ്.
ഈ കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് റെഡ്, ഗ്രീൻ അല്ലെ, ചുവപ്പ്, പച്ച നിറങ്ങളെ നമുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്തത്. ആ രോഗാവസ്ഥയാണ് എന്ത്? വർണ്ണാന്ധത എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അല്ലെ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്വസ് ദ്രവം അല്ലെ. അക്വസ് ദ്രവം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും ഒക്കെ നൽകുന്നത് ആരാണ്? ഈ അക്വസ് ദ്രവമാണ്. ഈ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുന്ന സമയത്ത് അവിടെ കണ്ണിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? അവിടെ മർദ്ദമൊക്കെ കൂടും. അവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കൊക്കെ അതിലൂടെ നാശം ഉണ്ടാവും. അത് പിന്നീട് എന്താവും? നമ്മുടെ അന്ധതയിലേക്ക് നയിക്കും. ഈ ഒരു അവസ്ഥയാണ് എന്ത്? നമ്മുടെ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളില് മർദ്ദം കൂടും. ഓർത്തു വെച്ചേക്കണം, എന്താണ് അക്വസ് ദ്രവം അല്ലെ. അക്വസ് ദ്രവം എന്തിനാണ്? കണ്ണിലെ കലകൾക്ക് പോഷണവും അവിടേക്ക് ഓക്സിജനും ഒക്കെ നൽകുന്ന ആളാണ്. ആ ദ്രവത്തിന്റെ പുനരാകിരണം ഒന്ന് കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അതിന്റെ കണ്ണിനുള്ളിൽ മർദ്ദം കൂടും. ആ മർദ്ദം കൂടുന്ന സമയത്ത് റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കൊക്കെ നാശം ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ കാഴ്ചയൊക്കെ മെല്ലെ മെല്ലെ നഷ്ടമാവും. ആ ഒരു അവസ്ഥയാണ് എന്ത് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. അടുത്തതാണ് തിമിരം എന്ന് പറയുന്നത്. തിമിരം എന്താണ്? ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏത്? തിമിരം എന്ന് പറയുന്നത്. എന്താണ് തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? തിമിരം എന്ന് പറയുന്നത്. അപ്പൊ തിമിരം ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയില്ല ലെൻസ് മാറ്റിവെക്കലാണ്. അതിന്റെ ഒരു ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിലൂടെയാണ് അത് മാറുന്നത്. അപ്പൊ തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ണിലെ ലെൻസ് ആണ് അല്ലെ. ലെൻസ് അതാര്യമാകുന്ന ഇതുവഴി നമ്മുടെ കാഴ്ച എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതാണ് തിമിരം എന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. അടുത്തത് നമ്മുടെ ചെങ്കണ്ണാണ് അല്ലെ. ചെങ്കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചെങ്കണ്ണ് നമ്മൾ കൺജങ്ക്റ്റീവയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മുടെ ഏറ്റവും പുറമേയുള്ള പാളിയില് ദൃഢപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന, അതായത് കോർണിയ ഒഴികെയുള്ള ആ ഒരു ആവരണം പോലെ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയില്ല, ചെങ്കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണ് മനസ്സിലാവില്ലേ, വളരെ കളറൊക്കെ മാറി കിടക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കൺജങ്ക്റ്റീവയെ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഒരു അണുബാധ ബാധിക്കുകയാണ്. അത് ഒന്നെങ്കിൽ ബാക്ടീരിയ ആയിട്ടോ വൈറസ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗകാരിയാവാം. അത് നമ്മുടെ കണ്ണിലെ കൺജങ്ക്റ്റീവയെ ബാധിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ചെങ്കണ്ണ് ഉണ്ടാവുന്നത്. ഓർത്തു വെച്ചേക്കണം, കൺജങ്ക്റ്റീവയെ ബാധിക്കുന്ന അണുബാധയാണ് എന്തിന് കാരണം? ചെങ്കണ്ണിന് കാരണം. അതൊന്നെങ്കിൽ ബാക്ടീരിയ കൊണ്ടോ അല്ലെങ്കിൽ വൈറസ് കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യാം? ഈ ഒരു രോഗം ഉണ്ടാവാം. അപ്പൊ അതാണ് ചെങ്കണ്ണെന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു പ്രോബ്ലം ആണ് ഇപ്പൊ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ആണെങ്കിലും ഫോൺ ആണെങ്കിലും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കണ്ണിനുണ്ടാവുന്ന മറ്റൊരു പ്രശ്നമാണ് എന്ത്? കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് തവണ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കണ്ണിനുണ്ടാവുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ അതോടെ എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആ കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് നമ്മൾ പറഞ്ഞു നിശാന്തതയാണ്. നിശാന്തതയും അതുപോലെ തന്നെ സീറോഫ്താൽമിയും ഒക്കെ പ്രധാന കാരണം എന്താണ്? വിറ്റാമിൻ എയുടെ അഭാവം തന്നെയാണ്. നിശാന്തത എന്ന് പറയുമ്പോൾ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുന്ന സമയത്ത് അവിടെ നമ്മുടെ റെറ്റിനാൾ അല്ലേ, വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ റെറ്റിനാളാണ്. റെറ്റിനാൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അത് കുറയാന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചശക്തികൾ എന്ത് ചെയ്യണം അല്ലെ, അതായത് മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു രോഗാവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത് അല്ലെ. മങ്ങിയ വെളിച്ചത്തില് കാഴ്ച സാധ്യമാവാത്ത അവസ്ഥയാണ് നിശാന്തത. എന്നാൽ സിറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ വിറ്റാമിൻ എയുടെ സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു അഭാവം മൂലം എന്ത് ചെയ്യുന്നു? നമ്മുടെ നേത്രാവരണവും കോർണിയയും ഒക്കെ എന്ത് ചെയ്യുന്നു? വരണ്ട് മാറും അല്ലെ, വരണ്ട് പോകും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? സിറോഫ്താൽമിയ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വർണ്ണാന്ധത എന്ന് പറയുമ്പോൾ ഏതിനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ കോൺ കോശങ്ങളെയാണ് ബാധിക്കുന്നത് അല്ലെ. അപ്പൊ കോൺ കോശങ്ങൾക്ക് തകരാറുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചുവപ്പ് പച്ച ആ കളറുകൾ, അതായത് ചുവപ്പും പച്ചയാണ്, നീല വരുന്നില്ല, ചുവപ്പും പച്ച നിറങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. അതാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. ഗ്ലോക്കോമയാണെങ്കിൽ നമ്മുടെ അക്വസ് ദ്രവവുമായി ബന്ധപ്പെട്ട് പറയണം അല്ലെ. അതായത് അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോൾ നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം കൂടും. ആ മർദ്ദം കൂടി എന്ത് ചെയ്യുന്നു? നമ്മുടെ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കൊക്കെ നാശം ഉണ്ടാവും. അതുവഴി നമ്മുടെ അന്ധതയിലേക്ക് നയിക്കുന്നതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു തിമിരം എന്ന് പറയുമ്പോൾ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അല്ലെങ്കിൽ അതാര്യമാകുന്നത് മൂലം നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇത് നമ്മുടെ തിമിരം എന്ന് പറയുന്നത്. ചെങ്കണ്ണാണെങ്കിലോ എന്തിനെയാ ബാധിക്കുന്നത്? നമ്മുടെ കൺജങ്ക്റ്റീവയെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. ഒന്നെങ്കിൽ ബാക്ടീരിയ മൂലമോ വൈറസ് മൂലമോ ഒക്കെ നമ്മുടെ കൺജങ്ക്റ്റീവയെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമും നമ്മൾ പഠിച്ചു.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഇനി മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നേത്രരോഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അവിടെയാണ് നമ്മുടെ ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി അതൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാലേ, ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടുത്തുള്ളത് നമുക്ക് കാണാൻ പറ്റില്ലേ? ഹ്രസ്വദൃഷ്ടിയാണ് അല്ലേ? ഹ്രസ്വം എന്ന് പറയുമ്പോൾ അടുത്താണ്. ഹ്രസ്വദൃഷ്ടി, ആ അടുത്തുള്ളത് നമുക്ക് ദൃഷ്ടിയിൽ വരിക, ദൂരമുള്ളത് നമുക്ക് കാണാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ്, ഏത് ലെൻസാണ് കൊടുക്കാറ്? കോൺകേവ് ലെൻസ് ഉള്ള കണ്ണടകളാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. കോൺകേവ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടിക്കാർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദീർഘത്തിലുള്ള, അതായത് ദൂരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ദൃഷ്ടിയിൽ വരും അല്ലെ? അതായത് ദൂരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും, എന്നാൽ അടുത്തുള്ളത് കാണാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള ഒരു രോഗാവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? അവിടെ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഹ്രസ്വദൃഷ്ടിയിൽ കോൺകേവ് ആണ്, ദീർഘദൃഷ്ടിയിൽ കോൺവെക്സ് ആണ്. അതുപോലെ തന്നെ അസ്റ്റിഗ്മാറ്റിസം, ആ ഒരു രോഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാന്ന് ചോദിക്കാറുണ്ട് അല്ലെ? ഏത് ലെൻസാണ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലെൻസ് ആണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന രോഗാവസ്ഥ അല്ലെങ്കിൽ ആ രോഗത്തിന് ഉപയോഗിക്കുന്ന ലെൻസ്, കണ്ണിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. അതുപോലെ ഇതാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം. ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ കോൺകേവ്, ദീർഘദൃഷ്ടിയാണെങ്കിൽ കോൺവെക്സും, അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ സിലിണ്ടറിക്കൽ ലെൻസും ആണ്. പിന്നെ നമ്മൾ തിമിര, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതായത് ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? അക്വസ്ദ്രവത്തിന്റെ പുനരാഗിരണം നടക്കാതെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ചെങ്കണ്ണാണെങ്കിൽ കൺജങ്ക്റ്റീവിനെ ബാധിക്കുന്ന ഒരു അണുബാധയാണ്. അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ പ്രമേഹം നിയന്ത്രണ വിധേയമില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയൊരു അറിവാണ്, നമ്മുടെ മറിയ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് പ്രമേഹമുള്ള ആളുകളിൽ, അതായത് പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്, രോഗാവസ്ഥയാണ് എന്താ? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് അല്ലെ? ഈ വാക്കിൽ തന്നെയുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഡയബറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ പ്രമേഹമാണെന്നറിയാം. അതുപോലെ തന്നെ റെറ്റിനോപ്പതി, റെറ്റിന എന്ന് പറയുമ്പോൾ അത് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയാം അല്ലെ? അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്തിനെ ബാധിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ്? കണ്ണിനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ദിശാന്തത, സിറോഫ്താൽമിയ അല്ലെ? നമ്മളിപ്പോൾ പഠിച്ചു. നിശാന്തതയാണെങ്കിലും സിറോഫ്താൽമിയ ആണെങ്കിലും ഒക്കെ എന്താണ്? നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നതാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തതയാണെങ്കിലും സിറോഫ്താൽമിയ ആണെങ്കിലും. അപ്പൊ ഇത്രയാണ് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് ഒരുവിധം നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മുടെ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കവും പിന്നെ നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കണ്ട് പഠിക്കുക. അറിയാത്ത കാര്യങ്ങളൊക്കെ ഷോർട്ട് നോട്ടായിട്ട് എഴുതിയിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? റിവിഷനിൽ കൊണ്ടുവരിക. അങ്ങനെ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അറിയാത്ത കാര്യങ്ങളൊക്കെ അതിലൂടെ പഠിച്ചു പോകും. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക, ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഓരോ ദിവസവും ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. ഇതുവരെ ഉഴപ്പി നടന്നത് പോലെയല്ല ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പരീക്ഷയോട് അടുത്ത് ഇരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഇപ്പം എന്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അത് മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ? കാരണം നമ്മൾ അത് മറക്കാനുള്ള സമയമൊന്നും കൊടുക്കുന്നില്ല. കാരണം വളരെ അടുത്താണ് പരീക്ഷ. അപ്പോൾ എത്രത്തോളം നമ്മളെ കൊണ്ട് ഓരോ ദിവസം നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നമ്മൾ പഠിച്ചെടുക്കുക. കാരണം നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്ടായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുവോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക അല്ലേ? നമ്മളെല്ലാം തീരുമാനിക്കുക നമ്മുടെ ആൻസർ ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കും. അപ്പോൾ അതിന് വേണ്ടത് എന്താണ്? കൃത്യമായിട്ടുള്ള പഠനം. എപ്പോഴും നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും നന്നായിട്ട് പഠിക്കുക. ഓരോ ദിവസം ഓരോ മണിക്കൂർ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം ഇനിയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷന് വേണ്ടിയിട്ട് കൂടുതലും സമയം മാറ്റി വെക്കുക. കാരണം ഇത്രയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ഡിസോർഡറിലായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 20 days ചാലഞ്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ അതിലൂടെ എന്ത് ചെയ്യുക? ഒന്നുകൂടി പഠിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.